കളിമണ്ണിന്റെ ഒരു കിണറാണിത്. ഇത് ഏകദേശം 2000 വർഷം പഴക്കമെത്തിയ ഒരു കിണറാണ്. ഇതുപോലെ നമ്മൾ 150 ഉള്ള മണ്ണ് റിങ് അടിക്കാൻ വേണ്ടി സെറ്റാക്കി ഇവിടെ വെച്ചെടുക്കുകയാണ് ഈ മണ്ണ്. ഇത് നമ്മൾ ഈ സെറ്റ് വെച്ച ഫ്രെയിമിലേക്ക് നമ്മൾ ഈ ഷീറ്റ് അടിക്കുകയാണ്. 4ാമത്തെ ദിവസം ഫയറിങ് കൊടുക്കും, ചെറുതായി ഫയറിങ് കൊടുക്കും. ഒരു 6 മണിക്കൂറൊക്കെ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടെ തീ വരും. 4ാമത്തെ ദിവസം ഫുൾ വേവ് കഴിയും. ഇത് അജിത്തിന്റെ ഒരു കളിമൺ റിംഗ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഇതാണ് നമ്മൾ ഈ പറയുന്ന കളിമൺ റിംഗ് ഉണ്ടാക്കാനുള്ള മണ്ണുകൾ. ഇതെല്ലാം കളിമണ്ണാണ്. ഇത് എന്തൊക്കെ ടൈപ്പാണ് ഇവിടെ ഉള്ളത്? ഇതിലിപ്പോ 4 ടൈപ്പ് മണ്ണ് ഇതിലുണ്ട്. 4 ടൈപ്പ് ഉണ്ട് ഇതിന്റെ അകത്ത് അല്ലേ? ഒക്കെ കൂടി മിക്സ് ആയി കിടക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ആവശ്യാനുസരണം നമ്മൾ ഇതിന്ന് കറക്റ്റ് ഉരുളകളാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി അരയ്ക്കും. ഇത് നമ്മള് മണ്ണില്ല നമ്മുടെ ഭാരതപ്പുഴ. ഇത് നമ്മള് ചേർക്കണം നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ്. അതുപോലെ തന്നെ ആ മഞ്ഞ മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഇറക്കണം. ഓ, ഇത് നിലമ്പൂരത്തെയാണ്. ഇത് നിലമ്പൂരിൽ ഇറക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത പശത്ത് കൂടുതലാണ് ഇതിന്. അതെ, ഇതില് മണലിന്റെ അംശം കൂടുതലായിരിക്കും. കറുത്ത മണ്ണില് മണലിന്റെ അംശം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇറക്കുന്നത്. ഇത് ഷൊർണൂർ അല്ലേ? അതുപോലെ നമ്മൾ 4 മണ്ണം ചേർത്താൽ അതിന് കറക്റ്റ് ഒരു സെറ്റ് ആവുള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കൂനല്ലേ, കളിമൺ കൂന. ആ കൂനയെന്ന് സെലക്ട് ചെയ്ത 4 കളിമണ്ണുകളാണ്. ഇതിപ്പോ നമ്മള് ബാംഗ്ലൂർ ഭാഗത്ത് കൊണ്ടുവരുന്നതാണ്. ബാംഗ്ലൂർ ഭാഗത്ത് കൊണ്ടുവരുന്നത്. ഓ, ഇത് നമ്മളവിടെ കണ്ടില്ല, ഇപ്പൊ നിലമ്പൂര്. ഇത് നിലമ്പൂർ ഭാഗത്തുനിന്ന്. ഇത് നമ്മുടെ പാടശേഖരം നിന്ന് ശേഖരിക്കണം. നമ്മുടെ പാടശേഖരങ്ങളിൽ ചുറ്റുവട്ടം. ഇത് നമ്മൾ ഭാരതപ്പുഴ മണ്ണാണ്. ഓ, ഇത് ഭാരതപ്പുഴ മണ്ണാണ്. ഇത് ഉറപ്പിന് വേണ്ടി ചേർക്കാൻ ഇതാണ് കൂടുതൽ ഉറപ്പുണ്ടാക്കുന്നത് അല്ലേ? ഇത് ഇനി എന്താ ചെയ്യുന്നത്? ഇത് നമ്മള് അവിടെ ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇത് ഇവിടെ കുഴച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്യും. ഇത് നമ്മൾ 3 പ്രാവശ്യം അരയ്ക്കണം. ഇനി 3 പ്രാവശ്യം അരയ്ക്കണം. ഇനി 2 പ്രാവശ്യം അരയ്ക്കണം. 2 പ്രാവശ്യം അരയ്ക്കണം. എന്നാലും നമുക്ക് റിങ് അടിക്കാനുള്ള പരിവാവുള്ളത്. ഓക്കെ, ഇതിപ്പോ ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് അടിക്കും അല്ലേ? മിക്സ് അടിക്കും. ഓക്കെ, ഇതുപോലെ നമ്മൾ 150 ഉള്ള മണ്ണ് റിങ് അടിക്കാൻ വേണ്ടി സെറ്റാക്കി ഇവിടെ വെച്ചെടുക്കുകയാണ് ഈ മണ്ണ്. ഓ, ഇതിപ്പം 150 ഉരുളയുണ്ട്. ഏകദേശം 26 റിങ്ങിനുള്ള സാധനം ഉണ്ടല്ലേ? 26 റിങ്ങിനുള്ള സാധനങ്ങൾ. നമ്മളിപ്പോ ഈ അരച്ചു വെച്ച മണ്ണുണ്ടല്ലോ, ഇത് വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയ 26 റിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഒരു ചൂളയ്ക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഇതുപോലെ തന്നെ വക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ബീഡിങ് വെക്കും. നമ്മൾ ഇങ്ങനെ വക്ക് മുകളിലേക്ക് റിങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വക്ക് വെക്കും. അപ്പോൾ അതിനുള്ള പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ നമ്മളിപ്പോൾ രമേഷ് പാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ നമ്മൾ റിങ് അടിക്കാൻ വേണ്ടി ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ റിങ് അടിക്കുക. നമ്മൾ റിങ് അടിക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ ഇവിടെ ഒരു നമ്മളിത് കാറ്റൊക്കെ വരുമ്പോൾ വലിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിള്ളല് വരും. വിള്ളല് വരുന്നതിന് നമ്മൾ ചെറിയൊരു ചകിരിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ബീഡിങ് ഉണ്ടാക്കും ഇവിടെ. ഇത് അടിയിലേക്ക് മാത്രമുള്ള അടിയിൽ നമ്മൾ കാറ്റ് വരുമ്പോൾ വിള്ളല് വരും. അതിന്റെ വിള്ളല് വരുമ്പോ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരി ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഓ, ഇതാ എങ്ങനെ വലിച്ചാലും ചകിരി ഉണ്ടാവും അല്ലേ? അതെ. ഇതുപോലെ ഒരു പിടുത്തം ഉണ്ടാവും. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ തീരെ നമുക്ക് പൊട്ടിച്ചാൽ കിട്ടില്ല. നമ്മൾ ചെറിയ സ്ലാബുകൾ അടിച്ച് സൈഡിൽ അടിക്കുക ചെയ്യാറ്. ഓ, ചെറിയ സ്ലാബുകൾ ഉണ്ടാക്കി കാണുന്ന പോലെ, നോമ്പി കാണുന്ന പോലെ. ഇതുപോലെ അത് നമ്മൾ കുഴച്ചടിക്കുകയാണല്ലേ? തന്നെ നമ്മൾ ഈ കുഴച്ചിട്ട മണ്ണ് നമ്മൾ ചവിട്ടി പരത്തുന്നത്. ഇത് ചവിട്ടി പരച്ച് അപ്പൊ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, അപ്പൊ തന്നെ എടുക്കാം. രമേശേട്ടാ, ഇതിപ്പോ എത്ര റിങ്ങിന് ഉണ്ടാക്കാൻ രമേശ്? ഇത്രയും 1, 2, 3, 4, 5, 6 എണ്ണല്ല. ഇത് 7 വട്ടത്തിന്റെ റിങ് 6 എണ്ണത്തിന്റെ അടുത്ത് വരും. ഒരു റിങ്ങിനാ? ഒരു റിങ്ങിന് 6 എണ്ണം വേണം. അത്രയും എന്തായാലും ഒരു വട്ടം കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ വെച്ച് ഒരെണ്ണം മതിയാവും. അത്രയും കട്ടില് കൊണ്ടുവരും അല്ലേ? നേരത്തെ നമ്മൾ ചകിരി മിക്സ് വെച്ച മണ്ണാണ്. അത് നമ്മൾ അടിയിൽ നമ്മൾ ബീഡിങ് വെക്കണ കാര്യമല്ല, നമ്മൾ റോൾ ചെയ്തെടുക്കണം. ഇത് പക്ഷേ ഈ വണ്ണം കുറവായിരിക്കും അല്ലേ ഇതിന്? അത് വണ്ണം നമ്മൾ ഓരോ റിങ്ങിന് അനുസരിച്ചിട്ട് വണ്ണം കൂടുതലാവും. ഇത് മുകളിൽ വെക്കാനുള്ളതും ഇത് താഴെ വെക്കാനുള്ളതും. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോസസിങ് എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇതിനൊരു ബീഡിങ് വെക്കുക. ഈ കാറ്റിനും വരച്ചിട്ടൊക്കെ വിള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരി വെച്ച മണ്ണ് കൂട്ടി കുഴച്ച സാധനം വരമ്പ് പോലെ വെക്കണത്. ഓ, ഇതിങ്ങനെ വെച്ച് പോവല്ലേ? ഓ, ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഇതാണ് ഫസ്റ്റ് പ്രോസസിങ് അല്ലേ? നമ്മൾ കറക്റ്റ് അളവിന് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഈ ഫ്രെയിമിൽ കറക്റ്റ് കൂടുതൽ നിൽക്കുന്ന മണ്ണ് നമ്മൾ മുറിച്ചെടുക്കും. ഓ, നമുക്ക് കറക്റ്റ് ലെയർ ആയിട്ട് കിട്ടി അല്ലേ? കറക്റ്റ് തിക്കില് കിട്ടും നമുക്ക്. നമ്മളിത് ഈ ഫ്രെയിമിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇപ്പൊ ഒരു സ്ലാബ് പരിവായി. ഈ സ്ലാബാണ് നമ്മൾ അതിൽ അടിച്ച് പരത്തി നമ്മൾ കയറ്റി വെക്കുന്നത്. ഇത് നമ്മള് ഈ സെറ്റ് വെച്ച ഫ്രെയിമിലേക്ക് നമ്മൾ ഈ ഷീറ്റ് അടിക്കുകയാണ്. ചേർത്ത് നമ്മൾ വെക്കും. അതുപോലെ തന്നെ ഓരോ ഷീറ്റുകളും നമ്മളിങ്ങനെ ജോയിന്റ് ചെയ്ത് വയ്ക്കും.
അവിടെ അവിടെയാണ് കയറി നിൽക്കുന്നത്. അപ്പൊ നമ്മളിതൊന്ന് വലിച്ച് നമ്മൾ ഒരേ ലെവലാക്കുക. നമ്മളെ കുറച്ച് വെള്ളം തെളിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി വലിക്കും. അതുപോലെ നേരത്തെ വലിച്ചില്ലേ, അതുപോലെ ഒന്നും കൂടി വലിക്കും. അപ്പോഴാണ് നമ്മളിത് ഫുള്ള് ഫിനിഷ് ആവുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ ഊരിയെടുക്കും, ഇപ്പൊ തന്നെ ഊരിയെടുക്കും. പിന്നെ ഇപ്പൊ തന്നെ ഊരിയെടുക്കും. പിന്നെ നാളെ വലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ ഷേപ്പ് മാറ്റണം, പള്ള വരണത്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരും ഇവിടെ. ഇതുപോലെ 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 ഇതുപോലെ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടിയാൽ മതി. ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഷേപ്പ്. ഷേപ്പ് വരും. ഷേപ്പ് വരും. ഷേപ്പ് ചെയ്യുന്നത് അത് ഒരു ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അതൊരു ഒന്ന് വലിയണത്. ഇത് വലിയണം. ഇപ്പൊ നമ്മള് ഇട്ടതേ ഉള്ളൂ അല്ലേ? ഇത് വലിഞ്ഞു കഴിഞ്ഞാൽ തട്ടി നമ്മൾ ഷേപ്പ് ആക്കും. അപ്പൊ നമ്മൾ വരമ്പ് വെക്കണ എപ്പോഴാണ്? വരമ്പാക്കിയത് പാകായുണ്ട്. വരമ്പ് വെക്കിയത് ഇന്നലെ അടിച്ചിട്ടാണ് പാകായി. വരമ്പ് വെച്ചാൽ നമുക്ക് അതിന്റെ മുകളിൽ റഫ് ആക്കും അല്ലേ? അകത്തും എന്നാലും ഒരു പിടുത്തം കിട്ടുള്ളൂ. നമ്മള് വക്ക് രണ്ടാം മണി സെറ്റ് വെക്കുകയാണ്. രണ്ടാം മണിയാണ് ഇത്. രണ്ടാം മണിയാണല്ലേ? ഓ, ഇത്രയും വലിയ രീതിയിലാണ് വക്ക് ചെയ്യുന്നത് അല്ലേ? രമേശ്, അടുത്ത സ്റ്റെപ്പ് എന്താ രമേശ്? ഇപ്പം ഇതിന് തുണി വെച്ചിട്ടൊന്ന് വെറുതെ റഫായിട്ടൊന്ന് പിടിക്കാൻ. അതെന്തിനാ? അതിന്റെ അധികമുള്ളതൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിട്ട്. അധികമുള്ള കുറച്ച് ഉയരങ്ങളോ അല്ലെങ്കിൽ മുഴയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒതുങ്ങി കിട്ടാൻ വേണ്ടിട്ട്. ഓ, അത് ഒതുങ്ങി കിട്ടാൻ വേണ്ടി അല്ലേ? വെള്ളം പിടിക്കും. വെള്ളം തെളിച്ചിട്ട് പിടിക്കും. ഇത് ലാസ്റ്റ് ഫിനിഷിംഗ് ആണ്. ലാസ്റ്റ് ഫിനിഷിംഗ് പരിപാടിയാണ്. ഇത് ടൈല് ചെയ്യുന്നത് എന്താണ്? കറക്റ്റ് ഷേപ്പ് ഇട്ടാനാ? കറക്റ്റ് ആയിട്ട് ലെവൽ കിട്ടാൻ വേണ്ടിട്ട്. ഇത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. ഓ, ദ്വാരം ഇടും. ഉറവുണ്ടെങ്കിൽ ദ്വാരത്തു കൂടെ ഇറങ്ങാൻ വേണ്ടിട്ട്. എന്തുണ്ടെങ്കിൽ? കിണറ്റിനുള്ളിൽ ഉറവുണ്ടെങ്കിൽ. ഉറവുണ്ടെങ്കിൽ വരാൻ വേണ്ടിട്ട്, വെള്ളം അകത്ത് കയറാൻ വേണ്ടി അല്ലേ? ഇതിപ്പോ നമ്മള് റിങ് ഊരി മാറ്റി അല്ലേ? ഇനി എന്താ ചെയ്യണത്? ഇത് നമ്മള് ഇതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിടുക. ഇതിൽ ഇനി അടുത്ത വർക്ക് ചെയ്യാൻ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും? ഇത് ഇപ്പത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ ഇപ്പൊ കാറ്റുകാലല്ലേ? ഇപ്പൊ കാറ്റുകാല കാരണം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അടുത്ത വക്ക് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് മഴക്കാലൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസം പിടിക്കും. ഇങ്ങനെ ഫിനിഷ് ചെയ്ത ഇതേപോലത്തെ റിങ്ങുകളാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 25-28 എണ്ണം ഉണ്ട് ഓൾറെഡി. അടുത്ത ഇത് നേരെയാണ് നമ്മുടെ ചൂളിലേക്ക് കയറുന്നത്. ആ ചൂളിലേക്കുള്ള റിങ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഇതാണ് നമ്മൾ പൊളിക്കാൻ പോകുന്ന സംഭവം കേട്ടാ. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് ഫുള്ള് ഇങ്ങനെ ഓട് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിരിക്കുക. ഇതിന്റെ അകത്തുള്ളതാണ് റിങ്. കണ്ടാ, നോക്കിയേ ആ റിങ്, നോക്കിയേ ആ റിങ്. ആയിട്ടേ, ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആയിട്ടേ, ഇത് നമ്മളിപ്പോ റിങ് ചുട്ടെടുക്കാൻ വേണ്ടിട്ട് ചൂളയിൽ വെച്ചെടുക്കുകയാണ്. ചൂളയിൽ വെച്ചിരിക്കുകയാണ് ഇത്. അപ്പൊ ഇത് നമ്മൾ അതിന്റെ സൈഡിൽ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വരുമ്പോ അതിൽ നമ്മള് ഇപ്പൊ നമ്മളെ ഇവിടെ ഡാമേജ് വന്ന കലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൈഡിൽ എടുത്തിട്ടു. അത് ഡാമേജ് വന്നാണ് ഇതല്ല? അത് ഡാമേജ് വന്നാണ്. അപ്പൊ ഈ സാധനം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഇതിന്റെ അകത്തിരിക്കുകയല്ലേ? ഇത് നമുക്കൊന്ന് പൊളിച്ച് കുറച്ച് കാണിക്കാം. പൊളിച്ച് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഇത്ര സാധനം മാറ്റി അല്ലേ? അത്ര സാധനം മാറ്റി. അപ്പൊ ഇത്രയും സംഭവം ഇതിങ്ങനെ കുറെ സാധനങ്ങൾ, ഓട് സംഭവങ്ങളൊക്കെ ഇതിന്റെ അതുണ്ട്. ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇത് ഇത്രയും ഭാഗം നിങ്ങളെ പൊളിച്ച് ഇതിന്റെ അകത്ത് റിങ് ഇരിക്കുന്നത് കാണിച്ചുതരാം. ഓക്കെ, ഇതുപോലെയാണ് റിങ് അടുക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഇതിപ്പോ 1, 2, 3, 4, 5, 6 6 എടുത്തിട്ട് വരും അല്ലേ ചേട്ടാ? ഇതിപ്പോ എത്ര ദിവസം പ്രോസസിങ് ശേഷമാണ് നമ്മൾ ഇത് പൊളിച്ചു മാറ്റിയത്? ഇപ്പം ഇത് ചോള വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഫുൾ ഫയറിംഗ് കൊടുക്കുക. 3 ദിവസം കഴിഞ്ഞ് ഫുൾ ഫയറിംഗ് കൊടുക്കും. ആ 3 ദിവസത്തേക്കാ? 3 ദിവസം ഇങ്ങനെ നീര് പുകഞ്ഞ് നിൽക്കും. പുക മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ഈർപ്പൊക്കെ ഫുള്ളായിട്ട് പോകും, ഡ്രൈ ആവും. ഓക്കെ. പിന്നെ ചെറുതായിട്ട് കത്തിച്ച് ഫുള്ളായിട്ട് കത്തിക്കും. ഫുള്ളായിട്ട് കത്തി ഏകദേശം 6-7 മണിക്കൂറാകുമ്പോ ഇതിന്റെ ഈ മുകളിലത്തെ ഹോളിൽ കൂടെ തീ വരും. ഏതിന്റെ മുകളിൽ കൂടി? ഇതിന്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഈ ഹോളിൽ കൂടെ തീ വരും. നല്ല ഫയറിങ് വരും. അപ്പൊ അത് ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടാവും. ഇവിടെ ഫയർ വരുന്നതാണ് നമ്മുടെ കണക്ക് അല്ലെ? അത്രയും തീ പൊങ്ങി വരുമ്പോഴാണ് ഓൾറെഡി ഇവിടെ ഫയർ വരുന്നത്. പിന്നെ ഏത് വെള്ളത്തിൽ കൊണ്ടിട്ടാലും ഇതിനൊരു കംപ്ലൈന്റ് ഉണ്ടാകത്തില്ല. ഇത് ഈ കിണർ, അതായത് നമ്മൾ നേരത്തെ കണ്ട കളിമൺ റിങ് താത്തിയ കിണറ്റിലെ വെള്ളമാണ് ഇട്ടത്. വെള്ളം ഇതിന്റെ ഗ്ലാസ്സിൽ ഒഴിക്കാം നമുക്ക്. നോക്കിക്കേ, അതായത് നമ്മൾ ഈ മിനറൽ വാട്ടർ എന്ന് പറയത്തില്ലേ, പ്യുവർ മിനറൽ വാട്ടർ എന്താണോ ആ മിനറൽ വാട്ടറിന്റെ സെയിം എഫക്റ്റ് ആണ് ഇത് കിട്ടുന്നത്. നോക്കിയാൽ ആ കളർ നോക്കിയേ,
നമുക്ക് മിനറൽ വാട്ടർ വെച്ചപ്പോൾ ഇത്രയും ക്ലിയർ കിട്ടത്തില്ല. ഇതിപ്പോ എത്ര നാളായിട്ട് ഇത് നമ്മളോട് സ്ഥാപിച്ചിട്ട്? ഇതിപ്പോ 3 വർഷമായി. 3 വർഷമായി. ആ. നമ്മൾ ഈ വെള്ളമാണ് കുടിക്കുന്നത് എല്ലാവരും? തീർച്ചയായിട്ടും. പിന്നെ തണുത്ത വെള്ളം കിട്ടും. തണുത്ത വെള്ളം കിട്ടും. ഒരു 19 റിങ്ങുണ്ട്. 19 റിംഗ് ഉണ്ട് ഇത് കയറ്റിയിരിക്കുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള പിന്നെ നിലനിൽക്കുന്ന കിണറുകൾക്ക് നമുക്ക് റിമൂവ് ആക്കി കൊടുക്കത്തില്ല നമ്മള്? അതെ അതെ, നിലനിർത്തി ഉള്ള കിണറ്റുകളിൽ ഇറക്കാം. ഉം. അതുപോലെ തന്നെ നമുക്ക് കിണർ പണിതിട്ട് അതിൽ ഇറക്കാം. ഇറക്കാം. നമ്മൾ തന്നെ കിണർ താത്തിയിട്ട് നമ്മൾ തന്നെ ഇറക്കി കൊടുക്കും. ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിഞ്ഞ് ഭയങ്കര ദ്വാരായിരുന്നു. ആ. നമ്മള് റിങ് ഇറക്കി ഇപ്പൊ സ്പേസ് ഒക്കെ കുറച്ച് ചെറിയ കിണറാക്കി മാറ്റി. കിണറാക്കി മാറ്റി. എന്റെ നേരെ പുറകിൽ കാണുന്നത് മുഴുവൻ എന്താണ്? കളിമണ്ണിന്റെ കിണറുകളാണ്. ഈ സൈഡ് നോക്കിയാലും കാണാൻ പറ്റും, നിറച്ചും കളിമൺ കിണറാണ്. ഇതിങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട് 25 വെച്ചിട്ട് ഓരോ ചൂളയിൽ ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അവിടെ ഒരെണ്ണം കണ്ട് ഇതിന്റെ അകത്തും ഒരു ചൂളയുണ്ട്. ഇങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഒക്കെ ഓണർ ഈ ചെറുപ്പക്കാരനായ ഒരു വിദ്യാസമ്പന്നനായ ഒരു പയ്യനാണ്. ബികോം ഒക്കെ കഴിഞ്ഞാണ്. അത് ഈ ബികോം ഒക്കെ പഠിച്ചു പിന്നെ ഇതിലോട്ട് എത്തിപ്പെട്ട എങ്ങനെയാ? ഞാൻ ഇതിലേക്ക് എത്താൻ കാരണം 2 കാരണമാണ്. ഒന്നാമത് നമ്മളിപ്പോ സാറിനറിയാം, ഇപ്പൊ വിദ്യാഭ്യാസം കഴിഞ്ഞ പിള്ളേര് പഠിച്ചിറങ്ങിയതിന് ശേഷം അവർക്കൊന്നും ഒരു ജോലി കിട്ടുന്നില്ല. ഇപ്പോ ഈ തൊഴിലില്ലായ്മ വലിയൊരു ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും പല ജോലിക്ക് ശ്രമിച്ചെങ്കിലും എനിക്ക് ജോലി നമുക്ക് വലിയ മെച്ചമായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വെക്കേഷൻ ടൈമുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനിറങ്ങി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ മെച്ചമുള്ള ഒരു രീതിയിൽ ഒരു കൊല്ലത്തോളമായി നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്? ഇത് അതെ അതെ, പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി ഇത് അജിത്തിന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയൊരു തൊഴിലാണ്. കാരണം പലരും ചിറ്റപ്പന്മാരൊക്കെ ഈ പ്രൊഫഷനിലുണ്ട്. പക്ഷെ അജിത്തും അവരുടെ കൂടെ തന്നെ അജിത്ത് ഈ പണിക്ക് പോയി അവിടെ വെച്ചാണ് അജിത്ത് സ്വയമായിട്ട് ജോലി തേടിക്കൊണ്ടാണ്. ജോലി കിട്ടാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ഈ പണിക്ക് പോകും, ജോലി അങ്ങനെ തേടിക്കൊണ്ടിരുന്ന. പക്ഷെ തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. കാരണം എന്തിനു ഞാൻ ജോലി തേടുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു പണി അറിയാമല്ലോ, എന്നാൽ പിന്നെ അത് ചെയ്തുകൂടെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ പറയുന്ന ഈ സംരംഭകൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് പരിചയത്തിലോ നിങ്ങളുടെ വീട്ടിലോ ആർക്കെങ്കിലും നിങ്ങളുടെ കിണറുകൾ ഇതുപോലെ കളിമണ്ണിന്റെ കിണറുകളാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ പറയുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. നമുക്ക് ഇയാളൊപ്പം കൂടെ നിൽക്കാം. അപ്പൊ വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.